മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം സ്ഥിതിക്ഷസ്വ ഭാരത. നമസ്കാരം സുഹൃത്തുക്കളെ, മനസ്സിന്റെയും ചിന്തകളുടെയും പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കേട്ട ആ വരികൾ കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ തളർന്നു നിന്ന് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ്. അല്ലയോ കുന്തിപുത്ര, ചൂടും തണുപ്പും പോലെ സുഖവും ദുഃഖവും മാറി മാറി വരുന്നു. അവയൊന്നും ശാശ്വതമല്ല, അവ വന്നും പോയുമിരിക്കും. അതുകൊണ്ട് ഭാരത, നീ അവയെ സമചിത്തതയോടെ നേരിടാൻ പഠിക്കൂ. എത്ര മനോഹരമായ സത്യം അല്ലേ? ജീവിതമെന്നത് എപ്പോഴും ഒരുപോലെ ഒഴുകുന്ന ഒരു പുഴയല്ല. ചിലപ്പോൾ അത് ശാന്തമായി ഒഴുകും, ചിലപ്പോൾ അത് പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറും. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഇപ്പോൾ നിൽക്കുന്നത് അത്തരമൊരു പാറക്കെട്ടിന് മുന്നിലായിരിക്കാം. നിങ്ങൾ തളർന്നിരിക്കുകയാണോ? എടുത്ത പണികളെല്ലാം പരാജയപ്പെട്ടോ? വിശ്വസിച്ചവർ വഞ്ചിച്ചോ? അതോ ജീവിതം ഇനി മുന്നോട്ടു പോകില്ലെന്ന് തോന്നും വിധം ഒരു വലിയ വീഴ്ചയിലേക്ക് നിങ്ങൾ വീണുപോയോ? എങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഭാഗ്യവാനാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങൾ ഭാഗ്യവാനാണ്. കാരണം ജീവിതത്തിന്റെ അടിത്തട്ട് കണ്ടവർക്ക് മാത്രമേ ഏറ്റവും ഉയരത്തിലുള്ള ആകാശത്തെ തൊടാൻ കഴിയൂ. ഒരു അമ്പ്, അതായത് ആരോ, അത് മുന്നോട്ട് കുതിക്കണമെങ്കിൽ അതിനെ ആദ്യം പിന്നോട്ട് വലിക്കണം. എത്രത്തോളം ശക്തിയായി അതിനെ പിന്നോട്ട് വലിക്കുന്നുവോ അത്രയും വേഗത്തിൽ, അത്രയും കൃത്യതയോടെ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കും. ഇപ്പോൾ ജീവിതം നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ വിഷമിക്കേണ്ട. അത് നിങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് തിരിച്ചറിയുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മോട്ടിവേഷണൽ കഥയല്ല. ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ ചാണക്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ വീഴ്ചകളെ എങ്ങനെ വിജയത്തിന്റെ കോണിപ്പടികളാക്കാമെന്ന് നമുക്ക് പഠിക്കാം. താഴ്ചകൾ അറിഞ്ഞവർക്ക് മാത്രമേ ഉയർച്ചയുടെ വിലയറിയൂ എന്ന ചാണക്യനീതി ആ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. വർഷങ്ങൾക്ക് മുൻപ് മഗധ എന്ന സാമ്രാജ്യം ഭരിച്ചിരുന്നത് ധനനന്ദൻ എന്ന രാജാവായിരുന്നു. പേരുപോലെ തന്നെ ധനം കൊണ്ടും അധികാരം കൊണ്ടും അഹങ്കരിച്ചിരുന്ന ഒരു രാജാവ്. പ്രജകളെ പിഴിഞ്ഞൂട്ടി സുഖലോലുപനായി ജീവിച്ചിരുന്ന ക്രൂരൻ. ആ കൊട്ടാരത്തിലേക്ക് ഒരു ദിവസം മെരിഞ്ഞുണങ്ങിയ കറുത്ത നിറമുള്ള പല്ലുകളുന്തിയ ഒരു ബ്രാഹ്മണൻ കടന്നുചെന്നു. അദ്ദേഹത്തിന്റെ വേഷം മുഷിഞ്ഞതായിരുന്നു, പക്ഷേ കണ്ണുകളിൽ സൂര്യനെപ്പോലെ തിളങ്ങുന്ന ജ്ഞാനമുണ്ടായിരുന്നു. അത് ചാണക്യനായിരുന്നു. രാജസദസ്സിൽ വലിയൊരു വിരുന്ന് നടക്കുകയാണ്. പ്രമുഖരായ പണ്ഡിതന്മാർക്കും മന്ത്രിമാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആസനങ്ങളിൽ, അതായത് സീറ്റ്സ്, ഒന്നിൽ ചാണക്യൻ പോയി ഇരുന്നു. അവിടം ഭരിച്ചിരുന്ന അഹങ്കാരം അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. പക്ഷേ രാജാവായ ധനനന്ദൻ കടന്നുവന്നപ്പോൾ കാര്യം മാറി. തന്റെ മനോഹരമായ സദസ്സിൽ വിരൂപനായ ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ധനനന്ദന് സഹിച്ചില്ല. രാജാവ് അലറി, "ആരാണിവൻ? എന്റെ രാജസദസ്സിന് അപമാനം വരുത്തിക്കൊണ്ട് ഈ ഭിക്ഷക്കാരനെ പോലുള്ളവൻ എങ്ങനെ ഇവിടെ കടന്നു? ഇവനെ പിടിച്ചു പുറത്താക്കൂ." സദസ്സ് മുഴുവൻ നിശബ്ദമായി. എല്ലാവരും ചാണക്യനെ നോക്കി പരിഹസിച്ചു ചിരിച്ചു. ചാണക്യൻ ശാന്തനായി എഴുന്നേറ്റു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, "മഹാരാജാവേ, ജ്ഞാനത്തിനാണ് സ്ഥാനം നൽകേണ്ടത്, രൂപത്തിനല്ല. ഒരു പണ്ഡിതനെ അപമാനിക്കുന്നത് രാജ്യത്തിന് നാശമുണ്ടാക്കും." പക്ഷേ അധികാരത്തിന്റെ മത്തുപിടിച്ച ധനനന്ദൻ അത് കേട്ടില്ല. അദ്ദേഹം ഭടന്മാരോട് കൽപ്പിച്ചു, "ഇവന്റെ കുടുമയിൽ പിടിച്ചു വലിച്ചിഴച്ചു പുറത്താക്കൂ." ഭടന്മാർ ആ ആചാര്യനെ പിടിച്ചുതള്ളി. നിലത്തു വീണ ചാണക്യന്റെ ശിഖ അഥവാ കുടുമ അഴിഞ്ഞു വീണു. സദസ്സു മുഴുവൻ ആർത്തുചിരിച്ചു. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അപമാനം. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിലോ? ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ, അധികാരികളുടെ മുന്നിൽ വസ്ത്രം വലിച്ചഴിക്കപ്പെട്ട്, പരിഹസിക്കപ്പെട്ട്, ചവിട്ടിപ്പുറത്താക്കപ്പെട്ടാൽ നിങ്ങൾ എന്തു ചെയ്യും? മിക്കവാറും ആളുകൾ അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്തേക്കാം. അല്ലെങ്കിൽ എന്നേക്കുമായി ആ നാടു വിട്ടുപോയേക്കാം. കരഞ്ഞു തളർന്ന് വീടിന്റെ മൂലയിൽ ഒളിച്ചേക്കാം. പക്ഷെ അവിടെയാണ് വീഴ്ച അറിഞ്ഞവൻ വ്യത്യാസപ്പെടുന്നത്. നിലത്തു വീണ ചാണക്യൻ പതുക്കെ എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ കണ്ണുനീരായിരുന്നില്ല, മറിച്ച് തീയായിരുന്നു. അഴിഞ്ഞുലിഞ്ഞ തന്റെ മുടി കെട്ടിവയ്ക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. സദസ്സിനെ നോക്കി വിറയ്ക്കുന്ന ശബ്ദത്തിൽ, എന്നാൽ ഇടറാത്ത വാക്കുകളിൽ അദ്ദേഹം ആ ശപഥമെടുത്തു, "ധനനന്ദ, ഇന്നു നീ എന്റെ ജ്ഞാനത്തെ അപമാനിച്ചു, എന്റെ കുടുമ അഴിച്ചുമാറ്റി. കേട്ടോളൂ, ഈ നന്ദവംശത്തെ വേരോടെ പിഴുതെറിഞ്ഞ് നിന്നെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി
ധർമ്മമനുസരിക്കുന്ന ഒരു പുതിയ രാജാവിനെ അവിടെ വാഴിക്കുന്നതുവരെ ഞാൻ എന്റെ ഈ മുടി തിരികെ കെട്ടുകയില്ല. കൊട്ടാരവാതിലുകൾ അദ്ദേഹത്തിന് പിന്നിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ചാണക്യൻ തെരുവിലേക്കെറിയപ്പെട്ടു. കയ്യിൽ ഒന്നുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല, ഉള്ളത് അറിവുമാത്രം, പിന്നെ അപമാനത്തിന്റെ കത്തുന്ന കനലും. ഇവിടെയാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. ചാണക്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു അത്. പക്ഷെ ആ വീഴ്ചയാണ് ഭാരതത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിയത്. അന്ന് ധനനന്ദൻ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചിരുന്നെങ്കിലോ ഒരുപക്ഷേ ചാണക്യൻ വെറുമൊരു കൊട്ടാര പണ്ഡിതനായി ഒതുങ്ങിപ്പോയേനെ. മൗര്യസാമ്രാജ്യമെന്ന വലിയ ചരിത്രമുണ്ടാകുമായിരുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്നു തിരിഞ്ഞു നോക്കൂ. നിങ്ങളെ ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ? നിന്നെക്കൊണ്ടിതിനൊന്നും കഴിയില്ല എന്നു പറഞ്ഞ് ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? പ്രണയിച്ചവർ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ? ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടോ? ആ നിമിഷം നിങ്ങൾക്ക് തോന്നിയ വേദന അത് വെറുമൊരു വേദനയല്ല, അത് നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയാണ്. അപമാനമാണൊരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഇന്ധനം, ഫ്യൂവൽ. പെട്രോളിനേക്കാളും വൈദ്യുതിയേക്കാളും ശക്തിയുണ്ട് അപമാനത്തിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജത്തിന്. പക്ഷെ ആ ഊർജ്ജം എങ്ങോട്ട് തിരിച്ചുവിടുന്നു എന്നതിലാണ് കാര്യം. ഭൂരിഭാഗം ആളുകളും ആ ഊർജ്ജം സ്വയം നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. മദ്യപിച്ചും വിഷാദരോഗത്തിന് അടിമപ്പെട്ടും അവർ ആ തീയിൽ സ്വയം എരിയുന്നു. എന്നാൽ വിജയിക്കുന്നവർ, അവർ ആ തീ കൊണ്ട് സ്വന്തം ഭാവി പടുത്തുയർത്തുന്നു. ചാണക്യൻ തെരുവിലൂടെ നടക്കുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നില്ല, അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു, എങ്ങനെ എനിക്കിത് സാധിക്കും? വെറുമൊരു ബ്രാഹ്മണനായ എനിക്ക് ലക്ഷക്കണക്കിന് സൈന്യമുള്ള ഒരു സാമ്രാജ്യത്തെ എങ്ങനെ തോൽപ്പിക്കാൻ കഴിയും? അവിടെയാണ് തന്ത്രം ജനിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് മനുഷ്യന്റെ തലച്ചോർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത്. സുഖലോലുപതയിൽ ബുദ്ധി ഉറങ്ങിക്കിടക്കും, പക്ഷേ പ്രതിസന്ധിയിൽ ബുദ്ധി ഉണരും. ഇന്ന് നിങ്ങളുടെ ജീവിതം കഷ്ടപ്പാടിലൂടെയാണ് പോകുന്നതെങ്കിൽ സന്തോഷിക്കുക. കാരണം നിങ്ങളുടെ ബുദ്ധി ഉണരാൻ പോകുന്ന സമയമാണിത്. നിങ്ങൾ ചിന്തിച്ചു തുടങ്ങേണ്ട സമയമാണിത്. ചാണക്യൻ കാട്ടിലൂടെ അലഞ്ഞു. അദ്ദേഹം അന്വേഷിച്ചത് ഒരു ആയുധത്തെയല്ല, ഒരു മനുഷ്യനെയാണ്. തന്റെ അപമാനത്തിന് പകരം വീട്ടാൻ കഴിയുന്ന, തന്റെ ലക്ഷ്യം നടപ്പിലാക്കാൻ കഴിയുന്ന യോഗ്യനായ ഒരു ശിഷ്യനെ. ആ അന്വേഷണം അദ്ദേഹത്തെ എത്തിച്ചത് ഒരു കൂട്ടം കുട്ടികൾ കളിക്കുന്നിടത്താണ്. അവിടെ രാജാവായി വേഷം കെട്ടി മറ്റു കുട്ടികൾക്ക് നീതി നടപ്പാക്കുന്നൊരു ബാലനെ അദ്ദേഹം കണ്ടു. അവന്റെ കണ്ണുകളിൽ കണ്ട തീക്ഷ്ണത ചാണക്യൻ തിരിച്ചറിഞ്ഞു. ഇവനാണെന്റെ ആയുധം, ഇവനാണ് ഭാവിയിലെ ചക്രവർത്തി. അത് ചന്ദ്രഗുപ്തനായിരുന്നു. പക്ഷെ ചന്ദ്രഗുപ്തനെ കണ്ടെത്തിയതുകൊണ്ട് മാത്രം കാര്യം കഴിഞ്ഞോ? ഇല്ല. യഥാർത്ഥ പരീക്ഷണങ്ങൾ തുടങ്ങാൻ പോകുന്നതേയുണ്ടായിരുന്നുള്ളൂ. ചാണക്യനും ചന്ദ്രഗുപ്തനും ചേർന്ന് ആദ്യമായി നന്ദസാമ്രാജ്യത്തെ ആക്രമിച്ചപ്പോൾ സംഭവിച്ചത് മറ്റൊരു വലിയ ദുരന്തമായിരുന്നു. ആ കഥ, അത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വിശദമായി കാണാം. എങ്ങനെയാണ് ആ വലിയ പരാജയം ചാണക്യനെ വിജയത്തിന്റെ സൂത്രവാക്യം പഠിപ്പിച്ചത് എന്നറിയണ്ടേ? ചാണക്യന്റെ ബുദ്ധിയും ചന്ദ്രഗുപ്തന്റെ ധൈര്യവും അതുമാത്രം മതി ഒരു സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്താൻ എന്നവർ തെറ്റിദ്ധരിച്ചു. അവർ ചെറിയൊരു സൈന്യത്തെ സംഘടിപ്പിച്ചു. എന്നിട്ട് നേരെ പോയി മഗധയുടെ തലസ്ഥാനമായ പാടലീപുത്രത്തെ ആക്രമിച്ചു. എന്ത് സംഭവിച്ചു കാണും? സമുദ്രത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയുന്നതുപോലെയായിരുന്നു അത്. നന്ദരാജാവിന്റെ അപാരമായ സൈനിക ശക്തിക്കു മുന്നിൽ ആ ചെറിയ സൈന്യം നിമിഷനേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി. ചാണക്യനും ചന്ദ്രഗുപ്തനും കഷ്ടിച്ചാണ് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടത്. തോൽവി, ദയനീയമായ തോൽവി. ശപഥം ചെയ്തിറങ്ങിപ്പുറപ്പെട്ടതാണ്. പക്ഷേ ആദ്യത്തെ അടിയിൽ തന്നെ കാലിടറി വീണു. രാജാവിന്റെ സൈന്യം തിരഞ്ഞു നടക്കുന്ന കുറ്റവാളികൾ. ദിവസങ്ങളോളം അവർ കാട്ടിൽ ഒളിച്ചു നടന്നു. വിശപ്പും ദാഹവും അവരെ തളർത്തി. ചന്ദ്രഗുപ്തന്റെ ആത്മവിശ്വാസം തകർന്നു. ആചാര്യന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവല്ലോ എന്ന ചിന്ത അവരെ വേട്ടയാടി. അങ്ങനെയിരിക്കെ ഒരു രാത്രി വിശന്നു തളർന്ന അവർ ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു കുടിലിനു പിന്നിൽ അവർ ഒളിച്ചിരുന്നു. ആ കുടിലിനുള്ളിൽ നിന്ന് ഒരമ്മയും മകനും സംസാരിക്കുന്നത് അവർ കേട്ടു. അമ്മ മകന് ചൂടുള്ള ദോശയോ അപ്പമോ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. വിശന്നു വലഞ്ഞ ആ കുട്ടി ആർത്തിയോടെ ദോശയുടെ നടുക്ക് കൈവച്ചു. അയ്യോ! അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. അവന്റെ കൈപൊള്ളി. അതുകൊണ്ട് അമ്മ അവനെ സ്നേഹത്തോടെ ശകാരിച്ചു. ആ അമ്മ പറഞ്ഞ വാക്കുകൾ ചാണക്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറി. അമ്മ പറഞ്ഞു, എടാ വിഡ്ഢി, നീയോ ആ ചാണക്യനെ പോലെയാണല്ലോ ചെയ്യുന്നത്. ചൂടുള്ള ദോശയുടെ നടുക്ക് ആരെങ്കിലും കൈവയ്ക്കുമോ? ആദ്യം അതിന്റെ അരികുകൾ കഴിക്കണം. അരികുകൾ കഴിച്ചു വരുമ്പോഴേക്കും നടുവിലെ ചൂട് കുറയും. എന്നിട്ട് നടുക്ക് കഴിക്കാം. അല്ലാതെ നേരെ നടുക്ക് കൈവച്ചാൽ കൈ പൊള്ളുകയുള്ളൂ. പുറത്തൊളിച്ചിരുന്ന ചാണക്യൻ ഞെട്ടി. തന്റെ പരാജയത്തിന്റെ കാരണം ആ സാധാരണക്കാരിയായ സ്ത്രീ എത്ര ലളിതനായാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അദ്ദേഹം ചന്ദ്രഗുപ്തനോട് മന്ത്രിച്ചു, കേട്ടോ, നമ്മൾ ചെയ്ത തെറ്റ് എന്താണെന്ന് ആ അമ്മ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നമ്മൾ ദോശയുടെ നടുക്കാണ് കൈവച്ചത്.
നന്ദസാമ്രാജ്യത്തിന്റെ ശക്തികേന്ദ്രം അതിന്റെ തലസ്ഥാനമായ പാടലീപുത്രമാണ്. നമ്മൾ ആദ്യം ആക്രമിച്ചത് അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ തോറ്റത്. നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ആ അമ്മ പറഞ്ഞതുപോലെയാണ്. ആദ്യം സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ, അതായത് ദോശയുടെ അരികുകൾ ഒന്നൊന്നായി പിടിച്ചെടുക്കണം. ചെറിയ രാജ്യങ്ങളെയും നാട്ടുരാജാക്കന്മാരെയും നമ്മുടെ പക്ഷത്ത് ചേർക്കണം. നന്ദരാജാവിന് സഹായം ലഭിക്കുന്ന വഴികളെല്ലാം അടയ്ക്കണം. അങ്ങനെ പതുക്കെ പതുക്കെ സാമ്രാജ്യത്തെ ദുർബലമാക്കി അവസാനം ഒറ്റപ്പെട്ട ആ തലസ്ഥാനത്തെ ആക്രമിക്കണം. അപ്പോൾ വിജയം നമ്മുടേതായിരിക്കും. എത്ര വലിയൊരു തിരിച്ചറിവായിരുന്നു അത്! ഒരു പരാജയത്തിൽ നിന്ന്, ഒരു സാധാരണ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് ആ മഹാ ആചാര്യൻ വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം പഠിച്ചെടുത്തു. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലും ഈ ദോശാസിദ്ധാന്തം വളരെ പ്രധാനമാണ്. നിങ്ങളിൽ പലർക്കും വലിയ സ്വപ്നങ്ങളുണ്ടാകും. ഒരു ദിവസം കോടീശ്വരനാകണം, വലിയൊരു കമ്പനിയുടെ സിഇഒ ആകണം, പ്രശസ്തനായ ഒരു യൂട്യൂബർ ആകണം, സ്വന്തമായി ഒരു വീട് വെക്കണം, അങ്ങനെ പലതും. എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു? നമ്മുടെ കയ്യിലുള്ള ചെറിയ പണം കൊണ്ട് നേരെ ഓഹരി വിപണിയിൽ വലിയൊരു തുക നിക്ഷേപിക്കുന്നു. അല്ലെങ്കിൽ ഒരു മുൻപരിചയമില്ലാതെ വലിയൊരു ബിസിനസ് തുടങ്ങുന്നു. അതുമല്ലെങ്കിൽ ഒറ്റ വീഡിയോ കൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നേടാൻ ശ്രമിക്കുന്നു. ഫലമെന്തായിരിക്കും? കൈവൊള്ളും. ചാണക്യന് പറ്റിയ അതേ അബദ്ധം നമ്മൾ ദോശയുടെ നടുക്ക് കൈവയ്ക്കുകയാണ്. ഒരു വലിയ ലക്ഷ്യത്തിലേക്കെത്താനുള്ള വഴി അതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളായി വിഭജിക്കുകയെന്നതാണ്. 1 കോടി രൂപ സമ്പാദിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് 1000 രൂപ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുകയാണ്. പിന്നെ 10,000, പിന്നെ 1,00,000, അങ്ങനെ പടിപടിയായി മുന്നോട്ടു പോകണം. 20 കിലോ ഭാരം കുറയ്ക്കണമെങ്കിൽ ആദ്യത്തെ ആഴ്ച 1 കിലോ കുറയ്ക്കാൻ ശ്രമിക്കുക. അത് വിജയിക്കുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം അടുത്ത ആഴ്ചയും അത് തുടരാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഒരു വലിയ പുസ്തകം എഴുതി തീർക്കണമെങ്കിൽ എല്ലാ ദിവസവും 1 പേജ് എഴുതാൻ തീരുമാനിക്കുക. 365 ദിവസം കഴിയുമ്പോൾ 365 പേജുള്ള പുസ്തകം നിങ്ങളുടെ കയ്യിലിരിക്കും. ഇതിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. ലക്ഷ്യത്തിൽ മാത്രം കണ്ണുവയ്ക്കാതെ ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലെ ഓരോ ചുവടും ആസ്വദിച്ച് മുന്നോട്ടു പോകുക. ആ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ഈ തിരിച്ചറിവ് നമുക്ക് എപ്പോഴാണ് ലഭിക്കുക? വലിയൊരു പരാജയം സംഭവിക്കുമ്പോൾ. ആ വീഴ്ചയാണ് നമ്മളോട് പറയുന്നത്, നിന്റെ വഴി തെറ്റായിരുന്നു. കുറച്ചുകൂടി ക്ഷമയോടെ, ബുദ്ധിയോടെ മുന്നോട്ടു പോകണം. ചാണക്യനും ചന്ദ്രഗുപ്തനും ആ പരാജയത്തിൽ തളർന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ചരിത്രം അവിടെ അവസാനിച്ചേനെ. പക്ഷേ അവരാ തോൽവിയെ ഒരു പാഠപുസ്തകമാക്കി. അവർ തങ്ങളുടെ രീതികൾ മാറ്റി. അവർ വീണ്ടും 0-ൽ നിന്ന് തുടങ്ങി. ഇത്തവണ അവർ തലസ്ഥാനത്തേക്കല്ല പോയത്. അവർ അതിർത്തി ഗ്രാമങ്ങളിലേക്കാണ് പോയത്. അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. ചെറിയ നാട്ടുരാജാക്കന്മാരുമായി സഖ്യമുണ്ടാക്കി. സ്വന്തമായ ഒരു സൈന്യത്തെ പരിശീലിപ്പിച്ചെടുത്തു. നന്ദരാജാവിനോട് എതിർപ്പുള്ള ഓരോരുത്തരെയും അവർ തങ്ങളുടെ കൂടാരത്തിലെത്തിച്ചു. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല. മാസങ്ങൾ, ഒരുപക്ഷെ വർഷങ്ങളെടുത്തു. ക്ഷമയോടെ, ചാണക്യന്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ചന്ദ്രഗുപ്തൻ മുന്നോട്ട് നീങ്ങി. ഓരോ ചെറിയ വിജയവും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ഓരോ ഗ്രാമം കീഴടക്കുമ്പോഴും അവർ കൂടുതൽ ശക്തരായി. ഇവിടെ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ പാഠം ഇതാണ്: വീഴ്ചകൾ നമ്മെ ക്ഷമ പഠിപ്പിക്കുന്നു. വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. അത് ക്ഷമയോടെയുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എന്ന് തോൽവികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സൈന്യത്തെയും സഖ്യകക്ഷികളെയും ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? ഒരു സാമ്രാജ്യത്തെ നിലനിർത്താൻ പണം വേണ്ടേ? ധനനന്ദന്റെ അളവറ്റ സമ്പത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ചാണക്യൻ ഇവിടെ നിന്ന് പണം കണ്ടെത്തി. അവിടെയാണ് ചാണക്യന്റെ അടുത്ത തന്ത്രം വരുന്നത്. അത് വീഴ്ചയിൽ നിന്ന് പഠിച്ച മറ്റൊരു വലിയ പാഠമായിരുന്നു. ആ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ ഭാഗത്ത് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ഏറ്റവും വലിയ തടസ്സമായി വരുന്ന സാമ്പത്തികം അല്ലെങ്കിൽ പണം എന്ന വിഷയത്തെ ചാണക്യൻ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് നോക്കാം. സാമ്പത്തികമായ തകർച്ച അഥവാ ഫൈനാൻഷ്യൽ ഡൗൺഫോൾ അനുഭവിക്കുന്നവർക്ക് വലിയൊരു പാഠമാണ് ഇവിടെയുള്ളത്. സുഹൃത്തുക്കളെ, ഒരു വലിയ സ്വപ്നം കാണാൻ എളുപ്പമാണ്. പക്ഷേ ആ സ്വപ്നത്തിലേക്ക് നടക്കാൻ ഇന്ധനം വേണം. ആ ഇന്ധനമാണ് പണം അല്ലെങ്കിൽ വിഭവങ്ങൾ അഥവാ റിസോഴ്സസ്. അതിർത്തിയിലെ ഗ്രാമങ്ങൾ കീഴടക്കിയെങ്കിലും ചന്ദ്രഗുപ്തന്റെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഖജനാവ് കാലിയാണ്. സൈനികർക്ക് കൊടുക്കാൻ ശമ്പളമില്ല. ആയുധങ്ങൾ വാങ്ങാൻ പണമില്ല. ഭക്ഷണം തീരാവായിരിക്കുന്നു. മറുവശത്തോ, ധനനന്ദൻ എന്ന പേരുപോലെ തന്നെ അളവറ്റ സമ്പത്തുള്ള രാജാവാണ് ശത്രു. പൊന്നും പണവും വാരിയെറിഞ്ഞ് ആരെയും വിലയ്ക്ക് വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയും. ചന്ദ്രഗുപ്തൻ നിരാശനായി ചാണക്യന്റെ അടുത്തെത്തി. ആചാര്യ, നമുക്ക് സൈന്യമുണ്ട്, ധൈര്യമുണ്ട്. പക്ഷേ ഈ യുദ്ധം മുന്നോട്ടു കൊണ്ടുപോകാനുള്ള പണം എവിടെ? വെറും വയറ്റുമായി എങ്ങനെ പടയാളികൾ യുദ്ധം ചെയ്യും? ചാണക്യൻ
പുഞ്ചിരിച്ചു. അദ്ദേഹം ആ പാം ലീഫ് താഴെ വെച്ചിട്ട് പറഞ്ഞു, ചന്ദ്രഗുപ്ത, പണമുണ്ടായിട്ടല്ല ആരും വലിയ കാര്യങ്ങൾ തുടങ്ങുന്നത്. വലിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴാണ് പണം വന്നു ചേരുന്നത്. നീ കാണുന്നത് സ്വർണ്ണ നാണയങ്ങളെ മാത്രമാണ്. എന്നാൽ ഞാൻ കാണുന്നത് അർത്ഥശാസ്ത്രമാണ്. ഇവിടെയാണ് ജീവിതത്തിലെ അടുത്ത വലിയ പാഠം. സാമ്പത്തികമായ തകർച്ചകൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. നിങ്ങളിൽ പലരും ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാകും കടന്നുപോകുന്നത്. ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ് പൊളിഞ്ഞവർ, കടക്കെണിയിൽപ്പെട്ടവർ, എന്റെ കയ്യിലൊന്നുമില്ല, ഞാൻ തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നവർ. പക്ഷേ ഓർക്കുക, പോക്കറ്റ് കാലിയാകുമ്പോഴാണ് തലച്ചോറ് നിറയുന്നത്. എല്ലാം തികഞ്ഞ സമയത്ത് നമ്മൾ അലസരാകും. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് 1000 വഴികൾ കണ്ടെത്തും. ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ്, അഥവാ നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ചാണക്യൻ പണത്തിനു വേണ്ടി കൊട്ടാരങ്ങൾ കൊള്ളയടിക്കാനോ പാവപ്പെട്ടവരെ പിഴിയാനോ പോയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചു. അദ്ദേഹം കീഴടക്കിയ ഗ്രാമങ്ങളിൽ സുരക്ഷിതത്വം എന്ന വലിയ മൂല്യം നൽകി. അന്നുവരെ ആ ഗ്രാമങ്ങളെ കൊള്ളക്കാർ ആക്രമിക്കുമായിരുന്നു. നന്ദരാജാവിന്റെ ഉദ്യോഗസ്ഥർ വന്ന് അന്യായമായി നികുതി പിരിക്കുമായിരുന്നു. ചാണക്യൻ അതിനൊക്കെ മാറ്റം വരുത്തി. അദ്ദേഹം ഗ്രാമങ്ങൾക്ക് സുരക്ഷ നൽകി, കള്ളന്മാരെ തുരത്തി. പകരം ആ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ നൽകാം, പകരം നിങ്ങൾ ഞങ്ങളുടെ സൈന്യത്തിന് ഭക്ഷണവും സഹായവും നൽകുക. ഭയത്താൽ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങാണ് സ്നേഹത്താൽ കൊടുക്കുന്നത്. ആ ജനങ്ങൾ മനസ്സറിഞ്ഞ് ചന്ദ്രഗുപ്തന്റെ സൈന്യത്തെ സഹായിക്കാൻ തുടങ്ങി. പണം കൊണ്ടല്ല, വിഭവങ്ങൾ കൊണ്ടാണ് ചാണക്യൻ ഖജനാവ് നിറച്ചത്. അദ്ദേഹം കാട്ടിലെ ഔഷധങ്ങൾ ശേഖരിച്ചു വിറ്റു. ഖനികളിൽ നിന്ന് ഉപയോഗശൂന്യമെന്ന് കരുതി ഉപേക്ഷിച്ച ലോഹങ്ങൾ ഒരുക്കി ആയുധങ്ങളുണ്ടാക്കി. ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളിൽ അദ്ദേഹം മൂല്യം കണ്ടെത്തി. ഇതാണ് റിസോഴ്സ്ഫുൾനെസ്. നിങ്ങളുടെ കയ്യിൽ പണമില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾക്കറിവുണ്ടല്ലോ, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടല്ലോ. പണത്തിന് പകരം വയ്ക്കാവുന്ന വലിയ സമ്പത്താണിവ. ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചിലവുകൾ നിയന്ത്രിക്കാൻ പഠിക്കുന്നു. ആരാണ് യഥാർത്ഥ സുഹൃത്തെന്നും ആരാണ് പണത്തിനുവേണ്ടി കൂടെ നിന്നതെന്നും നമ്മൾ തിരിച്ചറിയുന്നു. ആഡംബരമല്ല, ആവശ്യമാണ് പ്രധാനമെന്ന് നമ്മൾ പഠിക്കുന്നു. ഈ തിരിച്ചറിവുകൾ ഒരു സാമ്പത്തിക ശാസ്ത്ര ബുക്കിലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ജീവിതം തന്നെ പഠിപ്പിക്കണം. ചാണക്യൻ മറ്റൊരു തന്ത്രം കൂടി പ്രയോഗിച്ചു. അദ്ദേഹത്തിന് സ്വർണമില്ലായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന് വിവരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ ചാരശൃംഖലയുണ്ടാക്കി. ഭിക്ഷക്കാരായും സന്യാസിമാരായും ജോലിക്കാരായും അദ്ദേഹം തന്റെ ആളുകളെ നന്ദരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. ശത്രു എന്തു ചിന്തിക്കുന്നു എന്ന അറിവ് 1000 സ്വർണ്ണനാണയത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ് എന്ന് ചാണക്യൻ അറിയാമായിരുന്നു. നന്ദരാജാവിന്റെ കൊട്ടാരത്തിലെ അഴിമതിയും രാജാവിന്റെ ക്രൂരതയും ജനങ്ങളിലെത്തിക്കാൻ അദ്ദേഹം ഈ ചാരന്മാരെ ഉപയോഗിച്ചു. പണം കൊടുത്ത് സൈന്യത്തെ ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം ശത്രുവിന്റെ സൈന്യത്തിനുള്ളിൽ തന്നെ അതൃപ്തിയുണ്ടാക്കി. നോക്കൂ, പണമില്ലാത്തതുകൊണ്ട് ചാണക്യൻ തോട്ടില്ല, മറിച്ച് പണമില്ലാത്തതുകൊണ്ട് അദ്ദേഹം കൂടുതൽ അപകടകാരിയായ, കൂടുതൽ ബുദ്ധിമാനായ ഒരു ശത്രുവായി മാറി. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ. എനിക്കിതിന് കഴിവില്ല, പണമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ എന്റെ കയ്യിലുള്ളത് വെച്ച് എനിക്കെന്തു ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഒരു ക്യാമറ വാങ്ങാൻ പണമില്ലെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യുക. ജിമ്മിൽ പോകാൻ പണമില്ലെങ്കിൽ പാർക്കിൽ ഓടുക. ബിസിനസ് തുടങ്ങാൻ ഓഫീസില്ലെങ്കിൽ വീട്ടിലിരുന്ന് തുടങ്ങുക. ലക്ഷ്യബോധമുള്ള മനസ്സിന് പണമൊരു തടസ്സമല്ല, അതൊരു ഒഴുകുകടവ് മാത്രമാണ്. അങ്ങനെ സാവധാനം, എന്നാൽ കൃത്യമായി ചാണക്യനും ചന്ദ്രഗുപ്തനും വളർന്നു. അതിർത്തികൾ അവരുടെ കൈപ്പിടിയിലായി. ജനങ്ങൾ അവർക്കൊപ്പം നിന്നു. ഖജനാവ് അത്യാവശ്യത്തിന് നിറഞ്ഞു. സൈന്യം ശക്തമായി. ഇനി അവശേഷിക്കുന്നത് ഒരേയൊരു ലക്ഷ്യം മാത്രം: പാടലീപുത്രം, നന്ദരാജാവിന്റെ സിംഹാസനം. പക്ഷേ യുദ്ധം ജയിക്കാൻ സൈന്യബലം മാത്രം പോരാ, മാനസികമായി ശത്രുവിനെ തകർക്കണം. അതിന് ചാണക്യൻ ഉപയോഗിച്ച തന്ത്രം, അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്രൂരവും എന്നാൽ ബുദ്ധിപൂർവവുമായിരുന്നു. ഒരു വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ തന്റെ ശത്രുവിനേക്കാൾ, അത് വ്യക്തിയായാലും സാഹചര്യമായാലും, എത്രയോ മടങ്ങ് മാനസികമായി ശക്തനായിരിക്കും. ആ മാനസിക യുദ്ധം എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. തയ്യാറാണോ ആ വലിയ ഏറ്റുമുട്ടലിന്റെ കഥ കേൾക്കാൻ? തീർച്ചയായും. നമുക്ക് ആവേശകരമായ 4ാം ഘട്ടത്തിലേക്ക് കടക്കാം. ഇവിടെയാണ് ശത്രുവിനെ മാനസികമായി എങ്ങനെ തകർക്കാമെന്നും ഒരു വലിയ വീഴ്ചയ്ക്ക് ശേഷം തിരിച്ചുവരുന്നവൻ എത്രത്തോളം അപകടകാരിയാണെന്നും നമ്മൾ കാണുന്നത്. ചാണക്യന്റെ തന്ത്രങ്ങൾ അതിന്റെ ഉന്നതിയിലെത്തുന്ന ഭാഗമാണിത്. സുഹൃത്തുക്കളെ, യുദ്ധം ജയിക്കുന്നത് ആയുധങ്ങൾ കൊണ്ടല്ല, അത് ജയിക്കുന്നത് മനസ്സുകൊണ്ടാണ്.
ചാണക്യനും ചന്ദ്രഗുപ്തനും പാടലീപുത്രത്തിന്റെ പടിവാതിൽക്കിലെത്തി. പക്ഷേ അവർ കോട്ടവാതിൽ തകർക്കാൻ ശ്രമിച്ചില്ല. പകരം അവർ നന്ദരാജാവിന്റെ മനസ്സിന്റെ വാതിലുകൾ തകർക്കാൻ തുടങ്ങി. നമുക്കറിയാം, ധനനന്ദൻ അഹങ്കാരിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അയാൾ ഭയപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. എങ്ങനെ? രാത്രികളിൽ കൊട്ടാരത്തിനുള്ളിൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. രാജാവിന്റെ ഭക്ഷണത്തിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന വാർത്തകൾ പരന്നു. ഏറ്റവും വിശ്വസ്തരായ മന്ത്രിമാർ പോലും രാജാവിനെ വഞ്ചിക്കാൻ പോകുന്നു എന്ന കിംവദന്തികൾ കാട്ടുതീ പോലെ പടർന്നു. ഇതൊന്നും യാദൃശ്ചികമായിരുന്നില്ല. ഇത് ചാണക്യന്റെ വിഷകണ്ണിക തന്ത്രത്തേക്കാൾ മൂർച്ചയുള്ള മാനസിക വിഷമായിരുന്നു. ചാണക്യൻ തന്റെ ചാരന്മാരിലൂടെ നന്ദരാജാവിന്റെ മനസ്സിൽ സംശയമെന്ന വിത്തുപാകി. സ്വന്തം നിഴലിനെപ്പോലും രാജാവ് ഭയപ്പെടാൻ തുടങ്ങി. തന്റെ സൈന്യാധിപൻ തന്നെ കൊല്ലാൻ വരുന്നുണ്ടോ? തന്റെ ഭാര്യ തന്നെ വിഷം കൊടുക്കുമോ? മന്ത്രിമാർ ചന്ദ്രഗുപ്തന്റെ കൂടെയാണോ? ഒരു മനുഷ്യനെ തകർക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി അവന്റെ ആത്മവിശ്വാസത്തെ തകർക്കുക, അവന്റെ സമാധാനം കെടുത്തുക എന്നതാണ്. ജീവിതത്തിൽ നമ്മൾ വലിയ പരാജയങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും നമ്മൾ ശത്രുവിനെ അല്ലെങ്കിൽ പ്രതിസന്ധിയെ നേരിടുന്നത് കായികം, അതായത് ഫിസിക്കലായിട്ടാണ്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, കൂടുതൽ കഷ്ടപ്പെടുന്നു. പക്ഷേ പലപ്പോഴും വിജയിക്കുന്നത് സ്മാർട്ട് വർക്കാണ്, ഹാർഡ് വർക്ക് മാത്രമല്ല. We did it! It's open! Move forward! വീഴ്ചകൾ അറിഞ്ഞ ചാണക്യൻ അറിയാമായിരുന്നു, ഒരു വലിയ മരത്തെ വെട്ടിവീഴ്ത്താൻ കോടാലി മാത്രം പോരാ, അതിന്റെ വേരുകൾക്ക് പുഴുക്കുത്തേൽപ്പിക്കണം എന്ന്. അദ്ദേഹം നന്ദരാജാവിന്റെ സൈന്യത്തിനുള്ളിൽ ഭിന്നപ്പുകളുണ്ടാക്കി. രാജാവ് നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് സൈന്യാധിപന്മാരോട് പറഞ്ഞു. സൈന്യാധിപന്മാർ രാജാവിനെ കൊല്ലാൻ നോക്കുന്നു എന്ന് രാജാവിനോടും പറഞ്ഞു. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ടീം അതെത്ര ശക്തമാണെങ്കിലും തകരും. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത വലിയ പാഠം. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ പുറത്തല്ല, നിങ്ങളുടെ ഉള്ളിലാണ്. അത് ഭയമാണ്, അത് സംശയമാണ്. നിങ്ങൾ ഒരു തവണ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, ഇനി ശ്രമിക്കേണ്ട, നീ വീണ്ടും തോൽക്കും. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ധനനന്ദൻ. ആ ഭയത്തെയാണ് നിങ്ങൾ ആദ്യം തോൽപ്പിക്കേണ്ടത്. ചാണക്യൻ നന്ദരാജാവിനെ ഭ്രാന്തമായ അവസ്ഥയിലേക്കെത്തിച്ചു. രാജാവ് സ്വന്തം ആളുകളെ തന്നെ സംശയിച്ച് ജയിലിലടച്ചു. ഏറ്റവും കഴിവുള്ള മന്ത്രിമാരെ കൊന്നൊടുക്കി. സത്യത്തിൽ ചന്ദ്രഗുപ്തൻ വാളെടുക്കുന്നതിനു മുൻപേ ധനനന്ദൻ സ്വന്തം സാമ്രാജ്യത്തെ സ്വന്തം കൈകൊണ്ട് തകർക്കാൻ തുടങ്ങിയിരുന്നു. ഇതാണ് ഒരു തിരിച്ചുവരവിന്റെ ശക്തി. ഒരിക്കൽ എല്ലാം നഷ്ടപ്പെട്ട ചാണക്യൻ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവന്റെ ധൈര്യത്തോടെയാണ് കളിക്കുന്നത്. നത്തിങ് ടു ലൂസ് എന്ന അവസ്ഥയാണ് ഒരു മനുഷ്യനെ ഏറ്റവും അപകടകാരിയാക്കുന്നത്. ഒടുവിൽ ആ ദിവസം വന്നെത്തി. പാടലീപുത്രത്തിന്റെ കോട്ടവാതിലുകൾ തുറക്കപ്പെട്ടു. പക്ഷേ അത് യുദ്ധം ചെയ്ത് തുറന്നതല്ല. രാജാവിന്റെ ക്രൂരത സഹിക്കവയ്യാതെ ഉള്ളിലുള്ളവർ തന്നെ ചന്ദ്രഗുപ്തനു വേണ്ടി വാതിലുകൾ തുറന്നുകൊടുത്തു. ജനങ്ങൾ തങ്ങളുടെ രക്ഷകനായി ചന്ദ്രഗുപ്തനെ സ്വാഗതം ചെയ്തു. തെരുവുകളിൽ ആർപ്പുവിളികൾ ഉയർന്നു. ജയ് ചന്ദ്രഗുപ്ത, ജയ് ചാണക്യ. ധനനന്ദൻ തന്റെ സിംഹാസനത്തിൽ ഒറ്റയ്ക്കായി. ആയുധങ്ങൾ താഴെവെച്ച് അപമാനിതനായി അയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു. വർഷങ്ങൾക്കു മുൻപ് ഒരു സദസ്സിൽ വെച്ച് മുടിയഴിച്ചിട്ട് ശപഥം ചെയ്ത ആ ബ്രാഹ്മണൻ, അദ്ദേഹം വീണ്ടും ആ കൊട്ടാരത്തിലേക്ക് കയറിച്ചെന്നു. ഇത്തവണ അപമാനിതലല്ല, വിജയിയായി, രാജഗുരുവായി. ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വീറ്റ് റിവെഞ്ച്, മധുരപ്രതികാരമായിരുന്നു. പക്ഷേ ചാണക്യൻ ധനനന്ദനെ കൊന്നില്ല. പകരം നാടുകടത്തി. എന്തുകൊണ്ട്? കാരണം ശത്രുവിനെ കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷ അവന്റെ അഹങ്കാരം തകരുന്നത് അവനെക്കൊണ്ട് തന്നെ കാണിക്കുന്നതാണ്. ധനനന്ദൻ ജീവിച്ചിരിക്കണം. താൻ പടുത്തുയർത്തിയ സാമ്രാജ്യം താൻ പരിഹസിച്ച ഒരുവൻ നീതിപൂർവം ഭരിക്കുന്നത് കാണാൻ. ചാണക്യൻ തന്റെ അഴിഞ്ഞുലഞ്ഞ മുടി ചന്ദ്രഗുപ്തൻ സിംഹാസനത്തിലിരുന്ന ആ നിമിഷം സാവധാനം കെട്ടിവച്ചു. ശപഥം നിറവേറ്റി. പക്ഷേ കഥയിവിടെ അവസാനിക്കുന്നില്ല സുഹൃത്തുക്കളെ. പലരും കരുതുന്നത് വിജയം കിട്ടിയാൽ എല്ലാം കഴിഞ്ഞു എന്നാണ്. എന്നാൽ വിജയത്തെ നിലനിർത്തുക, സസ്റ്റെയിനിങ് സക്സസ് എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഉയർച്ചയിലെത്തുമ്പോൾ പലർക്കും സംഭവിക്കുന്ന ഒരു വീഴ്ചയുണ്ട്: അഹങ്കാരം, അധികാരത്തിന്റെ മത്ത്. ചന്ദ്രഗുപ്തനും ആ വഴിയിലേക്ക് പോകുമായിരുന്നു. ചാണക്യൻ അതെങ്ങനെ തടഞ്ഞു? ഒരു സാമ്രാജ്യമുണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്, പക്ഷേ അത് തകരാൻ ഒരു നിമിഷം മതി. വിജയത്തിനു ശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ചാണക്യൻ പഠിപ്പിച്ചു തന്ന ആ അന്തിമ പാഠം, അത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൂടി കേൾക്കാൻ തയ്യാറാണോ? ഈ 5ാം ഘട്ടത്തിൽ വിജയത്തിനു ശേഷം വരാവുന്ന ഏറ്റവും വലിയ അപകടത്തെക്കുറിച്ചും ചാണക്യൻ അതിനെ എങ്ങനെ നേരിട്ടു എന്നും നമ്മൾ കാണും. വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും കാലുകൾ മണ്ണിൽ തന്നെ ഉറപ്പിച്ചു നിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പാഠമാണിത്. സുഹൃത്തുക്കളെ, ലോകം മുഴുവൻ ചന്ദ്രഗുപ്തനെ വാഴ്ത്തുകയാണ്. മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു. എങ്ങും ആഘോഷങ്ങൾ, സംഗീതം, നൃത്തം. പക്ഷെ ഇതെല്ലാം സാധ്യമാക്കിയ ആ മനുഷ്യൻ
ചാണക്യൻ. അദ്ദേഹം എവിടെ? അദ്ദേഹം സിംഹാസനത്തിന്റെ അടുത്തല്ല നിന്നത്. അദ്ദേഹം കൊട്ടാരത്തിന്റെ ഒരു മൂലയിൽ നിശബ്ദനായി എല്ലാം വീക്ഷിക്കുകയായിരുന്നു. വിജയം അദ്ദേഹത്തിന്റെ തലയ്ക്ക് പിടിച്ചിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഏറ്റവും വലിയ ഉയർച്ചയിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും വലിയ വീഴ്ചയ്ക്കുള്ള സാധ്യതയുമുള്ളത്. വിജയിച്ചു കഴിഞ്ഞാൽ പലരും മാറുമെന്ന് ചാണക്യൻ അറിയാം. അധികാരം മദ്യം പോലെയാണ്. അത് തലയ്ക്കു പിടിച്ചാൽ പിന്നെ എല്ലാം മറക്കും. ചന്ദ്രഗുപ്തനും നാളെ മറ്റൊരു ധനനന്ദനായി മാറിക്കൂടാ. അതുകൊണ്ട് ചക്രവർത്തിയായ ചന്ദ്രഗുപ്തന് ചാണക്യൻ നൽകിയ ഉപദേശം ഇതായിരുന്നു: ചന്ദ്രഗുപ്ത, നീ ഇപ്പോൾ സിംഹാസനത്തിലാണ്. പക്ഷേ ഓർക്കുക, ആ സിംഹാസനം ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, ഭരിക്കാനുള്ളതല്ല. പ്രജകളുടെ സുഖത്തിലാണ് രാജാവിന്റെ സുഖം. പ്രജകളുടെ ക്ഷേമത്തിലാണ് രാജാവിന്റെ ക്ഷേമം. ഇതാണ് വിജയത്തിന്റെ രഹസ്യം. വിജയിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് മറക്കരുത്. നമ്മുടെ ജീവിതത്തിലും ഇതെത്രയോ സത്യമാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് വലിയൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ബിസിനസ് വിജയിച്ച് പണം വരുമ്പോൾ പഴയ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മറക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? പണം വന്നപ്പോൾ സ്വഭാവം മാറിയവരെ കണ്ടിട്ടില്ലേ? യഥാർത്ഥ വിജയി വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും വിനയം, ഹ്യൂമിലിറ്റി സൂക്ഷിക്കുന്നവനാണ്. ചാണക്യൻ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ചില്ല. അദ്ദേഹം കൊട്ടാരത്തിന് പുറത്ത് നദിക്കരയിലെ ഒരു ചെറിയ കുടിലിലാണ് തുടർന്നും ജീവിച്ചത്. മൗര്യ സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിട്ടും അദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചു. ഒരിക്കലൊരു വിദേശ സഞ്ചാരി മെഗാസ്തിനേസ് ചാണക്യനെ കാണാൻ വന്നു. രാത്രിയായിരുന്നു സമയം. ചാണക്യൻ മങ്ങിയ വെളിച്ചത്തിൽ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. സഞ്ചാരി വന്നപ്പോൾ ചാണക്യൻ ആ വിളക്ക് കെടുത്തിയിട്ട് മറ്റൊരു വിളക്ക് കത്തിച്ചു. അത്ഭുതപ്പെട്ട സഞ്ചാരി ചോദിച്ചു, അല്ലയോ ആചാര്യ, 2 വിളക്കിലും എണ്ണയുണ്ടല്ലോ, പിന്നെന്തിനാണ് അങ്ങ് ഒന്ന് കെടുത്തി മറ്റേത് കത്തിച്ചത്? ചാണക്യൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇതുവരെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് രാജ്യത്തിന്റെ കണക്കുകളായിരുന്നു. അതുകൊണ്ട് ഞാൻ രാജ്യത്തിന്റെ ഖജനാവിലെ എണ്ണ ഉപയോഗിച്ചുള്ള വിളക്ക് കത്തിച്ചു. ഇപ്പോൾ നിങ്ങൾ വന്നത് എന്നെ വ്യക്തിപരമായി കാണാനാണ്. അതുകൊണ്ട് ഞാൻ എന്റെ സ്വന്തം പണം കൊണ്ടുവാങ്ങിയ എണ്ണയുള്ള വിളക്ക് കത്തിച്ചു. രാജ്യത്തിന്റെ സമ്പത്ത് എന്റെ സ്വകാര്യ ആവശ്യത്തിന് ഞാൻ ഉപയോഗിക്കില്ല. നോക്കൂ സുഹൃത്തുക്കളെ, ഇതാണ് ധാർമ്മികത, ഇന്റഗ്രിറ്റി. ഇതാണ് സത്യസന്ധത. ഒരു വീഴ്ചയിൽ നിന്ന് ഉയർന്നു വന്നവൻ ആ വിജയത്തെ എത്രത്തോളം പവിത്രമായി കാണുന്നു എന്നതിന്റെ തെളിവാണിത്. അവനൊരിക്കലും ആ വിജയം ദുരുപയോഗം ചെയ്യില്ല. കാരണം അതിന്റെ വില അവന് നന്നായിട്ടറിയാം. ഇന്ന് നമ്മൾ കാണുന്ന പല പതനങ്ങളും സംഭവിക്കുന്നത് കഴിവില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് സ്വഭാവശുദ്ധിയില്ലാത്തതുകൊണ്ടാണ്. പണം വരുമ്പോൾ ധാർമ്മികത കൈവിടുന്നവർ എത്ര വലിയ ഉയരത്തിലെത്തിയാലും ഒടുവിൽ തകർന്നു വീഴും. ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: വിജയം നേടാൻ ബുദ്ധിമതി, പക്ഷെ വിജയം നിലനിർത്താൻ സ്വഭാവം വേണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും? അഹങ്കാരിയാകുമോ? അതോ കൂടുതൽ വിനീതനാകുമോ? തന്റെ പഴയ അപമാനത്തെ, പഴയ വീഴ്ചയെ ചാണക്യൻ ഒരിക്കലും മറന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അഹങ്കരിച്ചില്ല. ആ പഴയ മുറിവുകൾ അദ്ദേഹത്തെ എപ്പോഴും ഓർമ്മിപ്പിച്ചു, ഈ അധികാരവും സമ്പത്തും ശാശ്വതമല്ല. ഇന്ന് നീ രാജാവാണ്, നാളെ നീ തെരുവിലായേക്കാം. അതുകൊണ്ട് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. സുഹൃത്തുക്കളെ, നമ്മളൊരു യാത്രയുടെ അവസാനത്തിലേക്ക് അടുക്കുകയാണ്. ചാണക്യന്റെ ജീവിതം നമുക്ക് കാണിച്ചു തന്നത് വീഴ്ചകൾ അവസാനമല്ല, അതൊരു തുടക്കമാണെന്നാണ്. അപമാനം ഒരു തടസ്സമല്ല, അതൊരു ഊർജ്ജമാണെന്നാണ്. പരാജയം ഒരു വിധിയല്ല, അതൊരു പാഠമാണെന്നാണ്. ഇനി ഈ 60 മിനിറ്റ് യാത്രയുടെ സത്ത്, എസൻസ്, ചുരുക്കരൂപത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ എത്തിക്കാം. ഒപ്പം നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തണമെന്നുള്ള ഒരു കൃത്യമായ നിർദ്ദേശവും, ആക്ഷൻ പ്ലാൻ. ഈ കഥ വെറുമൊരു കഥയായി അവശേഷിക്കരുത്. അത് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിനുള്ള ഒരു തീപ്പൊരിയാടണം. ഇതൊരു ശക്തമായ ഉപസംഹാരമാണ്. കേൾവിക്കാരന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, അവരെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകൾ. ചാണക്യന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ച എല്ലാ പാഠങ്ങളെയും കോർത്തിണക്കി ഒരാക്ഷൻ പ്ലാൻ നൽകി നമുക്ക് അവസാനിപ്പിക്കാം. സുഹൃത്തുക്കളെ, നമ്മളിന്ന് സഞ്ചരിച്ചത് ചാണക്യൻ എന്ന മഹാമേരുവിന്റെ ജീവിതത്തിലൂടെയാണ്. അപമാനത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് സാമ്രാജ്യത്തിന്റെ സിംഹാസനത്തിലേക്ക് അദ്ദേഹം നടത്തിയ യാത്ര വെറുമൊരു ചരിത്രമല്ല, അത് വരും തലമുറകൾക്കുള്ള ഒരു വഴികാട്ടിയാണ്. ഇന്ന് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ധനനന്ദൻ ആരാണ്? നിങ്ങളെ തോൽപ്പിച്ച സാഹചര്യങ്ങളാണോ? നിങ്ങളെ പരിഹസിച്ച ബന്ധുക്കളാണോ? നിങ്ങളെ പുറത്താക്കിയ കമ്പനിയാണോ? അതോ എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല എന്ന് മന്ത്രിക്കുന്ന നിങ്ങളുടെ സ്വന്തം മനസ്സാണോ? ആരുതന്നെയായാലും ഇന്നു മുതൽ അവരോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുക. വീഴ്ചകളെ ആഘോഷിക്കുക. വീഴുമ്പോൾ കരയരുത്. എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രം ശക്തനായെന്നോർത്ത് അഭിമാനിക്കുക. വീഴ്ചകളില്ലായിരുന്നെങ്കിൽ ചാണക്യൻ വെറുമൊരു അധ്യാപകൻ മാത്രമായി ഒതുങ്ങിയേനെ. ആ വീഴ്ചയാണ്
അദ്ദേഹത്തെ കിങ് മേക്കർ ആക്കിയത്. നിങ്ങളുടെ വീഴ്ചകൾ നിങ്ങളെ വലിയൊരു ലക്ഷ്യത്തിലേക്ക് ഒരുക്കുകയാണ്. അപമാനത്തെ ഇന്ധനമാക്കുക. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചോ? ആ വാചകങ്ങൾ ഒരു ഡയറിയിൽ എഴുതിവയ്ക്കുക. പക്ഷേ തിരിച്ച് ചീത്ത വിളിക്കാൻ പോകരുത്. മൗനമായിരിക്കുക. നിങ്ങളുടെ വിജയം അവർക്കുള്ള മറുപടിയായി മാറട്ടെ. ശബ്ദം കൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് മറുപടി നൽകുക. ചെറിയ ചുവടുകൾ വയ്ക്കുക. ദോശയുടെ നടുക്ക് കൈവയ്ക്കാതിരിക്കുക. വലിയ ലക്ഷ്യങ്ങളെ കണ്ട് ഭയപ്പെടാതെ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. ഒരു ദിവസം ഒരു ചുവട്, അതുമതി. ഉള്ളതുകൊണ്ട് തുടങ്ങുക. പണമില്ല, സൗകര്യമില്ല എന്ന് പരാതിപ്പെടരുത്. ഉള്ള വിഭവങ്ങൾ വെച്ച്, ഉള്ള ബുദ്ധി വെച്ച് തുടങ്ങുക. തുടങ്ങിയാൽ വഴി തെളിയും. വിജയത്തിൽ വിനയം സൂക്ഷിക്കുക. ഒരു ദിവസം നിങ്ങൾ ജയിക്കും, തീർച്ചയായും ജയിക്കും. അന്ന് നിങ്ങൾ നടന്നുവന്ന വഴികൾ മറക്കാതിരിക്കുക, അഹങ്കരിക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, ജീവിതം ഒരു യുദ്ധമാണ്. അതിൽ ജയിക്കുന്നവൻ ഏറ്റവും വലിയ വാളുള്ളവനല്ല, മറിച്ച് തളരാത്ത മനസ്സുള്ളവനാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി സ്വയം പറയുക, ഞാൻ തളരില്ല. എന്റെ വീഴ്ചകൾ എന്റെ അവസാനമല്ല, ഞാൻ തിരിച്ചുവരും 10 ഇരട്ടി ശക്തിയോടെ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഉദ്ധരേതാത്മനാത്മാനം. സ്വയം ഉദ്ധരിക്കുക. നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. എഴുന്നേൽക്കൂ, പോരാടൂ, വിജയം നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമായെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ തീപ്പൊരി ആളിക്കത്തിച്ചെങ്കിൽ, ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വെറുമൊരു ചാനലല്ല, ഇത് വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് നൽകുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ്. ഏറ്റവും പ്രധാനമായി, ജീവിതത്തിൽ തളർന്നിരിക്കുന്ന ഒരു കൈത്താങ് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഒരുപക്ഷേ അവരുടെ ജീവിതം മാറ്റാൻ പോകുന്ന നിമിഷമായിരിക്കാം ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ നേരിട്ട വീഴ്ചകളും താഴെ കമന്റ് ചെയ്യുക. നമുക്ക് പരസ്പരം താങ്ങായി നിൽക്കാം. അടുത്ത വീഡിയോയിൽ മറ്റൊരു ജീവിതഗന്ധിയായ വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.